ഓം ശ്രീനാരായണ സ്വരൂപായ പരബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ വിദൂര ദർശന പഠന വിഭാഗമായ ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി ജയശ്രീ രമേശ് വരമ്പിനകം. വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്തേ. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ള ദേവീസ്തവം എന്ന കൃതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നത്. ദേവിയെ സ്തുതിച്ചുകൊണ്ട് 6 സ്തോത്രകൃതികളാണ് ഭഗവാൻ രചിച്ചിട്ടുള്ളത്. ദേവീസ്തവം, മണ്ണന്തല ദേവീസ്തവം, ഭദ്രകാളി അഷ്ടകം, കാളീനാടകം, ജനനീ നവരത്ന മഞ്ജരി, കുണ്ടലിനിപ്പാട്ട് എന്നിവയാണ്. ദേവിയെ വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ ഭാരതീയ സംസ്കൃതിയിൽ ആരാധിച്ചു പോരുന്നുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാര രൂപിണിയായി ദേവിയെ ആരാധിച്ചു പോകുന്നു. പരബ്രഹ്മ സ്വരൂപിണിയായാണ് ഭഗവാൻ ദേവിയെ ദർശിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി ഒരു ദേവിയുടെ പേരെടുത്ത് പറയുന്നില്ല. ഭഗവാന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ശാരദാ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ജനനീ നവരത്ന മഞ്ജരി രചിച്ചിട്ടുള്ളതെങ്കിലും അതിൽ ശാരദേ എന്ന് ഒരിടത്തും പറയുന്നതായി കണ്ടില്ല. ഒരു ഉത്തമ വേദാന്ത കൃതിയായിട്ടാണ് ജനനീ നവരത്ന മഞ്ജരി രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും ഈ ദേവീസ്തവവും എന്ന്. ഏതായാലും ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് നൽകുന്നത് ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും നമുക്ക് ഏവർക്കും ആചാര്യസ്ഥാനീയയും ആയിട്ടുള്ള ശ്രീമതി സന്ധ്യ വിജയകുമാർ മാഡമാണ്. അറിയപ്പെടുന്ന ഒരു പ്രഭാഷകയും അതോടൊപ്പം കൃതികൾ പഠിപ്പിച്ചു തരുന്നതിൽ പ്രത്യേക മികവ് പുലർത്തുന്ന ഒരു അധ്യാപികയുമാണ്. ശ്രീമതി സന്ധ്യ വിജയകുമാർ മാഡത്തെ ആദരപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാം വഹൈ. ഏറെ ബഹുമാന്യരായ ഗുരുവാര പാഠശാലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി സ്മിത പ്രശാന്ത് ആയാങ്കുടി, ശ്രീ സുധീഷ് സാർ വൈക്കം, ശ്രീ പ്രദീപ്ലാൽ സാർ പാത്താമുട്ടം. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല 3 പേരുടെയും പ്രവർത്തനം. ഒരു കാര്യം ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്ര ഭംഗിയായി നിറവേറ്റണമെന്ന് ഇവർ 3 പേരും ഒരു മാതൃക തന്നെയാണ്. പഠനകേന്ദ്ര ഡയറക്ടർ ശ്രീ ബി പ്രസാദ് കുമാർ സാറിന്റെ ആ ചുമതലകൾ സാറ് നിർദ്ദേശിക്കുന്ന കാര്യം വളരെ കൃത്യതയോടും ഭംഗിയോടും നടപ്പാക്കുന്ന 3 പേർക്കും ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കൃതിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. മഹാഗുരുവിനാൽ വിരചിതമായ ദേവീസ്തവ എന്ന കൃതിയാണ് നമ്മളിവിടെ വിചാരം ചെയ്യുന്നത്. 6 സ്തോത്രങ്ങളാണ് ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരു നമുക്കായി നൽകിയിരിക്കുന്നത്.
ദേവീസ്തവമുണ്ട്. അതിൽ പ്രത്യേകമായ ഒരു ദേവിയുടെ നാമം എടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നില്ല. മണ്ണന്തല ദേവീസ്തവത്തില് മണ്ണന്തല ദേവിയെ സ്തുതിച്ചുകൊണ്ട് ആണ് ഒരു സ്തോത്രം നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ ജനനീ നവരത്ന മഞ്ജരിയിലും സകലത്തിനും ആധാരമായി നിൽക്കുന്ന ആ പ്രപഞ്ച ശക്തിയെ ദേവിയായി കണ്ടുകൊണ്ട് വളരെ ഒരു വേദാന്ത കൃതിയാണ് ജനനീ നവരത്ന മഞ്ജരി എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ ഭദ്രകാളി അഷ്ടകം, കാളി നാടകം, പിന്നീടുള്ള ദേവി പ്രണാമ ദേവി അഷ്ടകമാണ്. വാക്കുകൾ കൊണ്ട് ചടുലത, വാക്കുകളുടെ ചടുലതയാണ് ദേവി പ്രണാമ ദേവി അഷ്ടത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. ചടുലമായ താളത്തോടുകൂടി ആലപിക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ് ദേവി പ്രണാമ ദേവി അഷ്ടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവി സ്തവത്തില് 9 മന്ത്രങ്ങളും ഒരു ഫലശ്രുതിയുമാണ് പറയുന്നത്. അതിന്റെ അവസാനമായിട്ട് പറയുന്നത് ഫലശ്രുതിയായിട്ടാണ് എടുക്കേണ്ടത്. ഇത് പത്യവൃത്തം ഇടരില്ല, പാടുന്നവർക്ക് ഇതിനിന്നു നിന്നടിയെടുത്തു തന്നീടു നീ. ഇതാണ് അവസാനത്തെ 10ാമത്തെ മന്ത്രമായിട്ട് പുസ്തകങ്ങൾ അടിച്ചു വരുന്നത്. അതൊരു ഫലശ്രുതിയായിട്ടാണ് മുനുഗുരുവിനെ പോലെയുള്ളവര് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ ഭദ്രകാളി അഷ്ടകത്തിനുമുണ്ട് ഫലശ്രുതിയുണ്ട്. അനുകമ്പാദശകം, വിഷ്ണു അഷ്ടകം, അതുപോലെ വിശാഖ ഷഷ്ടി, അങ്ങനെ ചില കൃതികൾക്കൊക്കെ അവിടുന്ന് നമുക്ക് ഫലശ്രുതിയും എഴുതി തന്നിട്ടുണ്ട്. ആർഷഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ദേവീ പൂജ, അതായത് എല്ലാത്തിനെയും അമ്മയായി കാണുന്ന ഒരു സംസ്കാരമാണ്. ഭാരത മാതാവ് എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? ഭാരത പിതാവ് എന്ന് പറയത്തില്ലല്ലോ, ഭാരത മാതാവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊരു രാജ്യത്തിനെയും സമൃദ്ധിയുടെ നെറുകയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അതിന്റെ നദികളാണ്. വെള്ളമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ നദികൾക്ക് നമ്മൾ നൽകിയിരിക്കുന്ന പേരെന്താണ്? ഗംഗാ മാതാവ്. ആ മാതാവിന്റെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ഗംഗ ആരതി വളരെ പ്രസിദ്ധമാണ്. ഒരു നദിക്കും ലോകത്തിൽ ഇങ്ങനെ ഒരു പൂജ ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. എത്രമാത്രം സ്ത്രീ രൂപത്തിലൂടെ, അതായത് ദേവീ രൂപത്തിലൂടെ ആരാധിക്കുക എന്നത് ഭാരത സംസ്കാരമാണ്. അത് ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയിരിക്കുന്ന നമ്മുടെ കേരള സംസ്കാരം തന്നെയാണ്. ഒരു ഉൾനാട് പോലുമില്ല ഒരു ദേവീ ക്ഷേത്രം ഇല്ലാത്ത. അത്രമാത്രം ദേവി ആരാധന നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രഭവ സ്ഥാനമായി ആദിമ സത്യം എന്ന നിലയിലാണ് പരമ്പൊരുളിനെ അമ്മയായി അഥവാ ദേവിയായി പുരാതന ഭാരതീയർ ഭാവന ചെയ്യുന്നത്. ഈ ദേവി ഉപാസന തത്വപരമായ ഉദാത്തത കൈവരിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു വലിയ വാഗ്മയ ചിത്രമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ദേവീസ്തവം. സ്തവം എന്നാൽ സ്തുതി എന്നാണ്. ഭഗവാന്റെ തിരുനാളൊക്കെ ആഘോഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട സ്തുതി ഗുരുസ്തവമാണ്. ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ ഗുരുസ്തവം കേൾക്കാത്ത ഒരു സ്ഥലം പോലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്രകാരം ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ ദേവിയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഒരു കൃതിയാണ് ദേവീസ്തവം. ദൃശ്യമായ പ്രപഞ്ചജാലങ്ങളെല്ലാം അദൃശ്യമായ ഏക സത്യത്തിൽ അടങ്ങിപ്പോകും. അതുപോലെ അവസാനമില്ലാത്ത ശബ്ദജാലങ്ങളെല്ലാം അവയ്ക്കെല്ലാം പ്രഭവസ്ഥാനമായ മൗനത്തിൽ അമർന്നു പോകും. അർത്ഥത്തിന്റെ തിങ്ങി വിങ്ങൽ കൊണ്ട് മുഴങ്ങുന്നതാണ് മൗനം. ആ മൗനത്തിന്റെ മുഴക്കം 1ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. 1ാമത്തെ ശ്ലോകത്തിൽ ആ മൗനത്തിലൂടെയാണ് ഗുരു നമ്മെ വെളിപ്പെടുത്തി തരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഉപാസകൻ ദേവിയുടെ പദതാരിനടുത്ത് തന്നെ സ്വന്തം ചുവട് ഉറപ്പിക്കുന്നു. അതിനുശേഷം ദേവിയുടെ മണിമേനിയിൽ തന്റെ മേനി അണയുവാൻ കൊതിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ട ജ്ഞാന രഹസ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. ദേവിയുമുള്ള ഏകീഭാവത്തിന് തടസ്സമായി നിൽക്കുന്നത് സ്വന്തം ശരീരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉണ്മയില്ലാത്തതാണെന്നും അറിഞ്ഞുകൊണ്ട് പകരം ദേവിയുടെ ശരീരം തന്നെ തരണമേ എന്നും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ തടസ്സമായി നിൽക്കുന്ന ഇന്ദ്രിയങ്ങളാണെന്ന് മനസ്സിലാക്കി അത് ബോധ്യപ്പെട്ട് ഈ തടസ്സങ്ങളൊക്കെ മാറി ദേവിയുടെ സ്വരൂപത്തെ
വണങ്ങുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയുമായിട്ടും ഏകത സാക്ഷാത്കരിക്കാൻ ഉപാസകന് സാധിക്കുന്നില്ല. അവൻ അതുവരെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ പ്രയത്നം കൊണ്ട് അവന് എല്ലാം സാധിക്കുമെന്നാണ്. എന്നാൽ ഇവിടെ ഭഗവാൻ പറയുന്നത്, ദേവിയുടെ കാരുണ്യമില്ലെങ്കിൽ, ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളെല്ലാം വിഫലമായി തീരുമെന്നാണ് പറഞ്ഞു തരുന്നത്. ദൈവദശകത്തിൽ പോലും ഗുരു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മെ കൈവിടാതെ പിടിച്ചോണം. നമ്മുടെ പിടുത്തമല്ല. നമ്മുടെ പിടുത്തം ചിലപ്പോൾ എപ്പോൾ അഴിഞ്ഞു പോയെന്നിരിക്കും. എന്നാൽ ഭഗവാൻ നമ്മെ ചേർത്ത് പിടിച്ചെങ്കിൽ ആ പിടുത്തം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകത്തില്ല. വേദാന്തത്തിൽ 2 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാർജാര ഭക്തിയും മർക്കട ഭക്തിയും. മാർജാര എന്ന് പറഞ്ഞാൽ പൂച്ച തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അത് കടിച്ചു പിടിച്ചോണ്ടാ പോകുന്നത്. ആ പൂച്ചക്കുഞ്ഞ് വളരെ സ്വസ്ഥനാണ് അവിടെ. അവന് യാതൊരു ചിന്തയുമില്ല, യാതൊരു പ്രയാസവും ഇല്ലാതെ അവനവിടെ ഇരിക്കുന്നത്. അവനറിയാം അവൻ്റെ അമ്മ അവനെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും വീഴില്ല എന്നുള്ളൊരു ആ ഉത്തമ വിശ്വാസമുണ്ട്. നമ്മൾ ചില യാത്രകളിലൊക്കെ ചില കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് കൗതുകം തോന്നത്തില്ലേ, ഒരുപാട് സന്തോഷം തോന്നത്തില്ലേ? ഒന്നും അറിയാതെ അമ്മയുടെ മാറിൽ കിടന്ന് ഉറങ്ങുമ്പോൾ. അതുപോലെ ഭഗവാനോട് നമ്മൾ ചേർന്നിരിക്കണം. ആ ഒരു പൂച്ച തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഭഗവാൻ നമ്മെ സംരക്ഷിക്കണം. എന്നാൽ മർക്കടൻ അങ്ങനെയല്ല. കുരങ്ങൻ തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റിലൊക്കെ കാണത്തില്ലേ, അള്ളിപ്പിടിച്ചിരിക്കും അമ്മയുടെ നെഞ്ചില്. പിടിപെട്ടുപോയ കുരങ്ങു കുഞ്ഞിന്റെ കാര്യം കഷ്ടത്തിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? ഒരു പൂച്ച, തള്ളപ്പൂച്ച എങ്ങനെയാണോ അതിന്റെ കുഞ്ഞു പൂച്ചയെ സംരക്ഷിക്കുന്നത്, അതുപോലെ അല്ലയോ അമ്മേ നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നെ സംരക്ഷിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന സഫലമാകത്തുള്ളൂ. അതാണ് ഈ ദേവീസ്തവത്തിലൂടെ നമ്മെ പ്രാർത്ഥിക്കാൻ ഭഗവാൻ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്, എല്ലാ ഉത്തരവാദിത്വവും ദേവിയെ ഏൽപ്പിക്കുന്നു. അവസാനം ദേവിയുടെ നീരാട്ടും കുഴലൂത്തും മാത്രം അവശേഷിക്കുന്നു. അവിടെ നമ്മളില്ല. അവിടെ ആര് മാത്രമേ ഉള്ളൂ? ആ ദേവി മാത്രമേ ഉള്ളൂ. ആദിമ ചൈതന്യമായ ആ ബ്രഹ്മസ്വരൂപം മാത്രമേ ഉള്ളൂ. ഇതാണ് ഗുരുവിന്റെ ദേവി ഉപാസനയുടെ ഒരു ശുദ്ധഭാവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ദേവീസ്തവം ഒന്ന് ചൊല്ലിക്കേക്കാം. തെറ്റുകൂടാതെ നമുക്കൊന്ന് ചൊല്ലാൻ നോക്കാം. തെഴുമീനി നിന്നവയവങ്ങളൂഴിഞ്ഞു മുൻമൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നമ്പികേ കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്ക് ഇന്നു നിൻമൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ. ഇതുകൊണ്ട് കണ്ടതിലൊരുത്തി നീ എന്നും ഈ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതി കൊണ്ട് ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കണി കാണും ഈ കനകമോടു കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻ മണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. ധുനി ചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ മുനിമൗലി തന്നിലെഴുന്നള്ളി മൂളുന്നതും പനിയുണ്ടിടം കൃമി തുടങ്ങി മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിലൂതി നിന്നിടു നീ. ഇടയിൽ എനിക്കിടയിൽ ഇന്നു കാണുന്നൊരി പൊടി കൊണ്ടു മൂടും ഉടലിനു പൊന്നമ്പികേ. തടവില്ലയൊന്നു അതുകൊണ്ടെനിക്കിന്നു നിന്നുടലൊന്നു തന്നിനിയു മൂതുമാണിക്യമേ. കമരും ചെവിക്കും അതുമല്ല കണ്ണിനു തൊട്ടമരുന്നതിനുമൊരു മൗലി എന്നല്ല നീ. അമരം തുഴഞ്ഞിതിലിരുന്നുയർന്നങ്ങു വന്നമരുന്നതിനരുളു മാമതൂതിന്നിയും. ഇനി നിന്റെ മൗലിയിലെഴുന്നിടും പൂനിലാവിനും അങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും കനലിനു നീരിനു
മണത്തിനെന്നല്ല നിന്നിനമിഞ്ഞു കണ്ടതതിനൊക്കെയും കൈതൊഴാം. തൊഴുമെന്നെയങ്ങു വിളിയിങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്കു തുണയില്ല നീ എന്നിയേ. അഴലെങ്കലിട്ട മെഴുകല്ല നീ എൻ മനം കുഴയുന്നിതങ്ങു കുഴലൂതു കാക്കൊണ്ടലേ. അല പൊങ്ങി വന്നു നുര തള്ളി ഉള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിഞ്ഞു നീ. നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞൂതു നീ. ഇതു പത്യവൃത്തമിടരില്ല പാടുന്നവർക്ക് ഇതിനിന്നു നിന്നടിയെടുത്തു തന്നീടു നീ. ഇങ്ങനെ 9 മന്ത്രങ്ങളിലൂടെയും 10ാമത്തെ മന്ത്രത്തിൽ ഇതിനൊരു ഫലശ്രുതിയായിട്ടുമാണ് ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ശ്ലോകം ഒന്ന് പരിശോധിക്കാം. തെഴുമേനി നിന്നവയവങ്ങൾ ഊഴിഞ്ഞ് മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നംബികെ. കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിൻ മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ. ഇവിടെ 1ാമത്തെ മന്ത്രത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൗനത്തിന്റെ കാര്യമാണ് പറയുന്നത്. തെഴുമേനി ദേവിയെ ഏറ്റവും പ്രേമഭാവത്തോടുകൂടി ഏറ്റവും സ്നേഹഭാവത്തോടുകൂടി വിളിക്കുവാണ് തെഴുമേനി എന്ന് പറയുക. ചില പുസ്തകങ്ങളിലൊക്കെ നമുക്ക് തിരുമേനി എന്ന് കാണാറുണ്ട്. തിരുമേനി അല്ല ശരിയായ പദം. തിരുമേനി എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാന പുരസ്കാരം ദേവന്റെ അല്ലെങ്കിൽ ഒരു തിരുമേനിമാരെന്നൊക്കെ വിളിക്കത്തില്ലേ. പള്ളിയിലെ തിരുമേനി എന്ന് പറയുന്നുണ്ട്, അമ്പലത്തിലെ തിരുമേനി, അങ്ങനെയുള്ള ആ ഒരു അർത്ഥത്തിലാണ് തിരുമേനി എന്ന് പറയുന്നത്. ഇവിടെ തെഴുമേനി എന്ന് പറയുമ്പോൾ ഏറ്റവും തളിർത്ത മാവിന്റെ തളിരിലയില്ലേ, ആ തളിർത്ത് വരുന്ന ആ ഒരു ഇലയോട് ഏറ്റവും തളിർമയുള്ള ആ ദേവിയുടെ മേനി ഏറ്റവും തളിർമയുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ ശരീരം എത്രകാരം മൃദുലമാണോ മാർദ്ദവമുള്ളതാണോ അതുപോലെ ഉള്ള ആ ഒരു ദേവിയുടെ ആ ശരീരത്തിനെയാണ് നമ്മൾ തെഴുമേനി എന്ന് ഭഗവാൻ പറയുന്നത്. തെഴുമേനി നിന്നവയവങ്ങൾ ഊഴിഞ്ഞു മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നംബികെ. അപ്പോൾ പൊട്ടി വിടർന്നു വരുന്ന തളിരില പോലെ പുതുമയോട് കൂടിയതാണ് അല്ലയോ അമ്മേ നിന്റെ ശരീരം എന്ന് പറയും. പക്ഷെ ഈ തളിർത്ത് വരുന്ന ഇല്ല എന്ന് പറഞ്ഞ മുനികൾക്ക് പോലും എത്ര വലിയവരാണെ പോലും നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്റെ അങ്കലാവണ്യമൊക്കെ വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനല്ല, അത് വർണ്ണിക്കാനല്ല അവർക്കൊന്നും മറ്റു വേറൊരു കഴിവുമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയാൽ എനിക്കത് മനസ്സിലായി. കാരണം വളരെ വലിയ മുനിമാർക്ക് പോലും നിന്നെ ഇങ്ങനെ പ്രകീർത്തിക്കാന്നല്ലാതെ മറ്റൊന്നും അവർക്ക് സാധ്യമല്ല. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത്? നിൻമൊഴി വന്ന് മൗന നിലയായി മുഴങ്ങുന്നിതാ. നിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചതും നിന്റെ അവയവമായിരിക്കുന്നതുമായ വാക്കുകൾ വന്ന് മൗനത്തിന്റെ നില പ്രാപിച്ചിട്ട് തിങ്ങി വിങ്ങുന്ന അർത്ഥം കൊണ്ട് അത് മുഴങ്ങുന്നു. ഒരു ചേർത്ത അർത്ഥം വായിച്ചു കേട്ടാല്, എന്റെ അമ്മേ പൊട്ടിവിടരുന്ന തളിർ പോലെ പുതുമയുള്ളതാണ് നിന്റെ ശരീരം എന്ന് പറയുന്നത്. നീ ആരാണ്? നീ വാഗ്ദേവത കൂടെയാണ്. പഴുത്ത ഇല പോലെ ശരീരം നിലം പതിക്കുന്നത് വരെയും നിന്റെ അവയവങ്ങളാകുന്ന വാക്കുകളിൽ നിന്നെ തന്നെ സ്തുതിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുവാനല്ലാതെ മുനികൾക്ക് പോലും ഒന്നിനും കഴിയുന്നില്ല. ഞാൻ ഇത് മനസ്സിലാക്കുന്നു.
അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് അറിയുന്നതും നിന്റെ അവയവമായിരിക്കുന്നതും മായ വാക്കുകൾ വന്ന് മൗനത്തിന്റെ നില പ്രാപിച്ചിട്ട് തിങ്ങി വിങ്ങുന്ന അർത്ഥം കൊണ്ട് അത് എന്നിലാകെ മുഴങ്ങുന്നു. ഒന്നാമത്തെ മന്ത്രം ഇതാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. കാരണം ഇവിടെ ഏകമായ സത്യം മാത്രമേ ഉള്ളൂ എന്നും ആ സത്യത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഗുരു വിശേഷിപ്പിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ഈ ശരീരം നിന്നിൽ നിന്ന് വേർപെട്ടു പോകുന്നതിന് മുൻപ് ഞാൻ മനസ്സിലാക്കണം, ഒരു ശ്രേഷ്ഠനായ കവിക്ക് പോലും നിന്നെ തിരിച്ചറിയാനോ നിന്നെ അറിയാനോ സാധ്യമല്ല. അപ്പോൾ ഈ സാധാരണക്കാരനായ എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ് വേണ്ടത്, നീയാകുന്ന സത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ തന്നെ ആ വാക്കുകളിൽ ലയിച്ച് നീയാകുന്ന സത്യത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് നിന്നെ തന്നെ പ്രാപിക്കുക എന്ന സത്യമാണ് സാധകൻ ഇവിടെ ഒന്നാമത്തെ മന്ത്രത്തിൽ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എഴുതിയെടുക്കാം അർത്ഥം, കൂട്ടർത്ഥം എഴുതിയെടുക്കാം. ടീച്ചർ, ഓരോ വാക്കിന്റെ അർത്ഥം ആവശ്യമില്ലല്ലോ, കൂട്ടർത്ഥമായിട്ട് പറഞ്ഞു തന്നാൽ മതിയില്ലേ? അങ്ങനെ മതിയോ? ഓരോ വാക്കിന്റെ അർത്ഥം പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. തെഴുമീനി എന്ന് പറഞ്ഞാൽ പൊട്ടിവിടർന്ന തളിർ പോലെ പുതുമയോട് കൂടിയ ശരീരത്തോട് കൂടിയവളെ, അങ്ങനെ പറയണോ? കൂട്ടർത്ഥം മതി ടീച്ചറെ. എന്നാ ഓക്കെ, പറയുകയാണേ. എൻ്റെ അമ്മയെ പൊട്ടി വിടരുന്ന തളിർ പോലെ പൊട്ടി വിടരുന്ന തളിർ പോലെ പുതുമയുള്ള പൊട്ടി വിടരുന്ന തളിർ പോലെ പുതുമയുള്ള ശരീരത്തോട് കൂടിയവളെ വാഗ്ദേവി. പഴുത്ത ഇല പോലെ ശരീരം നിലം പതിക്കുന്നത് വരേക്കും, പഴുത്ത ഇല പോലെ ശരീരം നിലം പതിക്കുന്നത് വരേക്കും നിന്റെ അവയവങ്ങളാകുന്ന വാക്കുകളിൽ, നിന്റെ അവയവങ്ങൾ ആകുന്ന വാക്കുകളിൽ നിന്നെ തന്നെ സ്തുതിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുവാൻ അല്ലാതെ, നിന്നെ തന്നെ സ്തുതിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുവാൻ അല്ലാതെ മുനികൾക്ക് പോലും ഒന്നിനും കഴിയുന്നില്ല. ഞാൻ ഇത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ മാഹാത്മ്യത്തെ കുറിക്കുന്നതും നിന്റെ അവയവമായിരിക്കുന്നതുമായ വാക്കുകൾ വന്നു ടീച്ചർ, എന്തോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ മാഹാത്മ്യത്തെ കുറിക്കുന്നതും മാഹാത്മ്യം നിന്റെ അവയവമായിരിക്കുന്നതുമായ
നിന്റെ അവയവം ആയിരിക്കുന്നതുമായ വാക്കുകൾ വന്ന് മൗനത്തിന്റെ നില പ്രാപിച്ചിട്ട് വാക്കുകൾ വന്നു മൗനത്തിന്റെ നില പ്രാപിച്ചിട്ട് തിങ്ങി വിങ്ങുന്ന വാക്കുകൾ വന്നു മൗനത്തിന്റെ നില പ്രാപിച്ചിട്ട് തിങ്ങി വിങ്ങുന്ന അർത്ഥം കൊണ്ട് അത് എന്നിലാകെ മുഴങ്ങുന്നു. അത് എന്നിലാകെ മുഴങ്ങുന്നു. എഴുതിയെടുത്തോ? നമുക്കൊന്നുകൂടെ ചൊല്ലി കേൾക്കാവേ. പദങ്ങൾ ശ്രദ്ധിച്ചോണേ. തെഴുമേനി നിന്നവയവങ്ങൾ ഊഴിഞ്ഞു മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കും എന്നമ്പികേ കഴിവില്ല ഒന്നും ഇതുകൊണ്ടെനിക്കിന്നു നിൻ മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ. തെഴുമേനി നിന്നവയവങ്ങൾ ഊഴിഞ്ഞു മുൻമൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നമ്പികേ കഴിവില്ല ഒന്നും അതുകൊണ്ടെനിക്കിന്നു നിൻമൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ. ഇനി രണ്ടാമത്. ഒന്നാമത്തത് അത്യാവശ്യം മനസ്സിലായല്ലോ എങ്ങനെയാ ചൊല്ലേണ്ടതെന്നും അതിന്റെ സാമാന്യ ഒരു അർത്ഥവും. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കണേ. ഒന്നാമത്തെ മന്ത്രത്തിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ ആലാപനത്തില്. ടീച്ചർ അതെന്ന് പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് എഴുതിയല്ലേ? ഞങ്ങൾ കുറെ ഇടയ്ക്ക് വിട്ടുപോയി, അതുകൊണ്ട്. എന്റെ അമ്മോ, ഇവിടം വരെയായത്. ഞാനിത് മനസ്സിലാക്കുന്ന അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണോ? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ മാഹാത്മ്യത്തെ കുറിക്കുന്നതും. നമ്മൾക്കിത് റെക്കോർഡാണേ. അപ്പോൾ ഇനിയിപ്പോ ഇനി ഞാൻ പറയത്തില്ല. ഒന്നുകൂടെ യൂട്യൂബിൽ എടുത്ത് കേട്ട് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. സംബന്ധിച്ചിടത്തോളം എന്റെ നിന്റെ അവയവമായിരിക്കുന്നതുമായ വാക്കുകൾ വന്ന് ബാക്കി എഴുതി. വാക്കുകൾ വന്ന് മൗനത്തിന്റെ നില പ്രാപിച്ചിട്ട് തിങ്ങി വിങ്ങുന്ന അർത്ഥം കൊണ്ട് അത് എന്നിലാകെ മുഴങ്ങുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത്. ഇതുകൊണ്ട് കണ്ടതിലൊരെത്തി നീ എന്നും ഈ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതി കൊണ്ട് ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻകനി. കണ്ടോ, എത്ര സ്നേഹത്തോടെ വിളിക്കുന്ന പൊന്നിൻകനി എന്ന് വിളിക്കുന്ന ദേവീനെ. ഇതുപോലെ നമ്മളെ വിളിക്കുന്നില്ലേ? ചിത്രത്തിന്നല്ലേ? ഗുളമേ, മധുവേ, മധുരക്കനിയെ ഒക്കെ വിളിക്കുന്നില്ലേ? അതുപോലെ വിളിക്കുക. പൊന്നിൻകനിയെ എന്നാ വിളിക്കുന്ന ദേവീനെ. അല്ലയോ പൊന്നിൻകനി. പൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൊന്നിനെ വിട്ടൊരു പരിപാടിയില്ല അല്ലേ? സ്വർണമാണ്. പൊന്നു പോലെ തിന്നാൻ പറ്റുന്ന പഴം, സ്വർണം കൊണ്ടുള്ള ഒരു പഴം തിന്നാൻ പറ്റുന്നതായിരിക്കണം കേട്ടോ. പൊന്നു തന്നെ തിന്നാൻ കൊള്ളാവുന്ന പഴമായി തീർന്നിരിക്കുന്നവളെ എന്നാ പറയുന്നത്. കനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൃക്ഷത്തിന്റെ ഒക്കെ ഫലത്തിന് നമ്മൾ കനി എന്ന് പറയുന്നത്. അപ്പൊ പൊന്നിൻ കനി എന്ന് പറയുമ്പോൾ വൃക്ഷത്തിന്റെ ഒരു കനി എങ്ങനെയാ? സ്വർണം കൊണ്ടുള്ള തിന്നാൻ പാകത്തിലിരിക്കുന്ന അല്ലയോ പൊന്നിൻ കനി എന്ന് ഭഗവാൻ വിളിക്കുകയാണ് ദേവിനെ. ഇതുകൊണ്ട് കണ്ടതിലൊരുത്തി നീ എന്നും. അപ്പൊ ഇപ്രകാരം ശബ്ദാർത്ഥികമായ നീ മൗനനിലയിൽ എങ്ങും മുഴങ്ങി നിൽക്കുന്നതിനാൽ കണ്ടതിൽ എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയമായി തീരുന്ന ദൃശ്യമായ ഈ സകലതിലും. കാരണം ഇവിടെ നീ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവദശത്തിൽ ഭഗവാൻ പറയുന്നത് പോലെ അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്രഹ്മമല്ലാതെ വേറെ ഒന്നുമില്ല.
ഒരു വസ്തു എങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോ അവിടെ വേറെ എന്തെങ്കിലും ഇരിക്കാൻ പറ്റുമോ? വേറൊന്നിനും അവിടെ സ്ഥാനമില്ല. അതാണ് പറയുന്നത്, ഇത് കണ്ടതിൽ എന്നും നീയാണ് ഒരുത്തിയുള്ളത്. ഇപ്രകാരം ശബ്ദാത്മികമായ നീ മൗന നിലയിൽ എങ്ങും മുഴങ്ങി നിൽക്കുന്നുണ്ട്. നീ മൗനമായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അറിവിന് വിഷയമായി തീരുന്ന ദൃശ്യമായ സകലതിലും എന്നും സത്യമായിരിക്കുന്നത് നീ ഒരുത്തി മാത്രമേ ഉള്ളൂ. നീ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിലെ അറിവായി സത്യമായി എന്നും നിലനിൽക്കുന്ന ഏകമായ സത്യം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗുരുവിന്റെ ഏത് സ്തോത്രകൃതി എടുത്താലും ഉപാസനാമൂർത്തി ആരാണോ ആ ഉപാസനാമൂർത്തി ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. ഇവിടെ ദേവിയാണ് ഉപാസനാമൂർത്തി. അതുകൊണ്ട് തന്നെ ഈ ദേവി തന്നെയാണ് ബ്രഹ്മത്തിന്റെ പ്രതീകമായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യമായിട്ട് ഭഗവാൻ നമ്മെ പറഞ്ഞു തരുന്നത്. ഈ മതിമണ്ഡലത്തോട് മറുത്ത് ഈ അറിവിന്റെ വ്യാപകതയ്ക്ക് നിരക്കാത്ത വണ്ണം, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നുണ്ട് അർത്ഥം അല്ലെ. അപ്പൊ ഈ മതിമണ്ഡലം എന്ന് പറഞ്ഞാൽ ബുദ്ധിമണ്ഡലം, നമ്മുടെ അറിവിന്റെ മണ്ഡലത്തിൽ നിന്ന് ആ ഈ വ്യാപകതയ്ക്ക് നിരക്കാത്ത വണ്ണം മറ്റൊന്നിലും നീയല്ലാതെ മറ്റെന്തോ ഉണ്ട് എന്ന ധാരണയോടുകൂടി വെറും തോന്നൽ മാത്രമായ അവയിൽ ഒന്നിൽ പോലും കുതികൊണ്ട് ചാടി വിവേകം നശിച്ചെടുത്ത് ചാടി. അത് ആരുടെ സ്വഭാവമാണ്? മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അല്ലെ. രക്ഷവത് കുതികൊള്ളുമെൻ മനമിക്കണക്കു വരാതിനീ രക്ഷ ചെയ്വതിനൊച്ചയുള്ള ചിലമ്പിടും നരിയാണിയും. ഭഗവാൻ ഷൺമുഖ സ്തോത്രത്തിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സ് എങ്ങനെയാണ്? ഒരു കുരങ്ങിന്റെ മനസ്സാണ്, സ്വഭാവമാണ്. രക്ഷവത് കുതികൊള്ളും. അതുപോലെ തന്നെയാണ് പറയുന്നത്. ഭഗവാൻ പറയാണ് ഈ മധ്യമണ്ഡലത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കി വെച്ചത്? ഞാനാണ് കേമൻ, എന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, നീയല്ലാതെ മറ്റൊരു സത്യവും ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ മധ്യമണ്ഡലത്തിൽ, എന്റെ ബുദ്ധിയിൽ ഞാനിത് ഉറപ്പിച്ചു കഴിയുമ്പോൾ നീയല്ലാതെ മറ്റൊന്നിനെയും എനിക്ക് ഒരിടത്തും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്റെ മനസ്സെങ്ങനെയാണ്? വിവേകം നശിക്കുമ്പോൾ, ബുദ്ധി കെടുമ്പോഴാണ് ഈ കുതി കൊണ്ട് എടുത്തുചാട്ടം അങ്ങനെ ഉണ്ടാകുന്ന. ആ എടുത്തുചാട്ടമാണ് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? ആ ദേവിയുടെ, ഉപാസനാമൂർത്തിയായ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവണം. അപ്പൊ ബുദ്ധി കൊണ്ട് ചാടി വലയാതെ കണ്ട് ഇങ്ങനെ വിവേകം നശിച്ച് എടുത്തു ചാടി വലഞ്ഞു പോകാതിരിക്കത്തക്ക വണ്ണം അങ്ങുനിൻ അപ്രാപ്യമായ അകലത്തിൽ വർത്തിക്കുന്നവളെന്ന് കരുതി പോരുന്ന നിന്റെ. കാരണം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊക്കെ അപ്രാപ്യമല്ലെന്ന്. അപ്പൊ ദൈവദശകത്തിൽ എങ്ങനെ തുടങ്ങുന്നത്? ദൈവമീ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, അങ്ങനല്ലേ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. ആദ്യം ദ്വൈതത്തിലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. നീ എനിക്ക് അപ്രാപ്യമാണ് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ള എൻ്റെ ആ മധ്യമണ്ഡലത്തിൽ നിന്ന് നീയാകുന്ന സത്യം എന്നിൽ നിന്ന് വേറെയല്ലെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? അതിന് നിന്റെ തന്നെ അനുഗ്രഹം എനിക്ക് വേണം. അതിന് നീ എന്ത് ചെയ്യണം? പദതാരടുത്തു പദമൂന്നി പൊന്നിൻകനി. എന്നെ വിളിക്കുന്ന സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിന്റെ പദതാന്റെ അടുത്ത്, പദം, പാദം, പാദഭക്തി ഗുരുവിന്റെ മിക്കവാറും കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും പറയുന്നുണ്ട് പദതാരടുത്തു. ദൈവദശകം തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ ഭഗവാന്റെ പാദത്തോട് ചേർന്നിരിക്കുക, പാദഭക്തി വളരെ പ്രാധാന്യം ഉള്ളതാണ്. ഇത് ഭഗവാൻ നമുക്ക് ആത്മോപദേശത്തിലും നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഈ പാദഭക്തിയെ കുറിച്ച്. അപ്പോൾ പദതാരിനടുത്ത് നീ എൻ്റെ ചുവട് ഉറപ്പിച്ചു നിൽക്കാൻ വേണ്ടി നിന്റെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതിയെടുക്കാം. എഴുതാം, എഴുതാം. പൊന്നിൻകനി, പൊന്നിൻകനി. ഇപ്രകാരം ശബ്ദാത്മികമായ നീ, ഇപ്രകാരം ശബ്ദാത്മികമായ നീ മൗനനിലയിൽ
എങ്ങും മുഴങ്ങി നിൽക്കുന്നതിനാൽ ഇപ്രകാരം ശബ്ദാത്മികയായ നീ മൗനനിലയിൽ എങ്ങും മുഴങ്ങി നിൽക്കുന്നതിനാൽ ദൃശ്യമായ കേട്ടോ ദൃശ്യമായ സകലതിലും എക്കാലത്തും സത്യമായിരിക്കുന്നത് നീ ഒരുവൾ മാത്രമാണ്. എക്കാലത്തും സത്യമായിരിക്കുന്നത് നീ ഒരുവൾ മാത്രമാണ്. ഈ അറിവിന്റെ വ്യാപകതയ്ക്ക് വ്യാപകതയ്ക്ക് നിരക്കാത്ത വണ്ണമാണ് നീയല്ലാതെ മറ്റെന്തോ സത്യമുണ്ടെന്നു കരുതി നിന്നിൽ ഉണ്ടാകുന്ന പ്രതീതികൾ ജലത്തിനെ വിട്ട് തരംഗം അന്യമാമോ എന്നൊക്കെ ഗുരു ചോദിക്കുന്നില്ല നമ്മളോട്. അതുപോലെ തന്നെ അദ്വൈതീപികത്ത് വാസസ്സു തന്തു, ഇത് പഞ്ഞി, ഇത് ആദിമൂലഭൂത പ്രഘാതം, ഇത് ഓർക്കുകിൽ ഇപ്രകാരം എന്നൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ഗുരു ഇതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏകമായ സത്യം ഒന്ന് മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളോട് പറയുകയാണ് ഭഗവാൻ, നിന്നിലുണ്ടാകുന്ന ആ പ്രതീതികൾ മാത്രമായ ദൃശ്യവിഷയങ്ങളുടെ പിന്നാലെ, കാരണം ഈ പ്രപഞ്ചമെന്ന് പറയുന്ന കേവലമായ അറിവിലുണ്ടാകുന്ന പ്രതീകങ്ങൾ മാത്രമാണ്. അതിന്റെ പിന്നാലെയാണ് വിവേകം നഷ്ടപ്പെട്ട് മനുഷ്യൻ പായുന്നത്. നിന്നിലുണ്ടാകുന്ന പ്രതീതികൾ മാത്രമായ ദൃശ്യവിഷയങ്ങളുടെ പിന്നാലെ വിവേകമില്ലാതെ എടുത്തുചാടി ഓടുന്നത്. ദൃശ്യവിഷയങ്ങളുടെ പിന്നാലെ വിവേകമില്ലാതെ എടുത്തുചാടി ഓടുന്നത്. അങ്ങനെ വലഞ്ഞു പോകാതിരിക്കത്തക്ക വണ്ണമാണ് ഞാൻ അചഞ്ചലവും അപ്രാപ്യവുമെന്ന തോന്നലുളവാക്കുന്നതുമായ അങ്ങനെ വലഞ്ഞു പോകാതിരിക്കത്തക്ക വണ്ണമാണ് ഞാൻ അചഞ്ചലവും അപ്രാപ്യം എന്ന തോന്നലുളവാക്കുന്നതുമായ നിന്റെ പാദപത്മത്തിനടുത്തു തന്നെ എഴുതിയോ? ചുവടുറപ്പിച്ചിരിക്കുന്നത് എഴുതിയില്ലേ? നീ ഒന്നുകൂടെ ശ്ലോകം നോക്കാം, മന്ത്രം ഒന്നുകൂടെ. ഇതുകൊണ്ട് കണ്ടതിലൊരുത്തി നീ എന്നും
ഈ മതിമണ്ഡലത്തോട്, കണ്ടോ അവിടെ ഹൈഫൻ ഇട്ടിരിക്കുമ്പോ ഈ നമ്മൾ ചേർത്തെടുക്കണേ. നീ എന്നും എന്ന് നിർത്തിയിട്ട് ഈ മതിമണ്ഡലത്തോട് മറുത്തു മറ്റൊന്നിലും കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻകനി. ഇതുകൊണ്ട് കണ്ടതിലൊരുത്തി നീ എന്നും ഈ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻകനി. ഇനി മൂന്നാമത്തെ മന്ത്രം പരിശോധിക്കാം. കണി കാണുമീ കനകമോട് കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻമണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. ഇനി അമ്മയുടെ ശരീരത്തോട് ചേർന്ന്, അമ്മയോട് ചേർന്ന് അതാ ശരീരത്തിന്റെ ഒരു ഭാഗമായി ചേരാനാണ് ഭക്തൻ ആഗ്രഹിക്കുന്നത്. കണി കാണുമീ കനകമോട്, കണി കാണുന്നതിന് ഉത്തമമെന്ന് കരുതി പോരുന്ന കനകവും കാർവേണി അതുപോലെ തന്നെ. ഇവിടെ കാർവേണിയും കനകവും എന്ന് പറഞ്ഞ എന്താണ്? കണി കാണുന്നതിന് ഏറ്റവും ഉത്തമം എന്ന ഒരു സങ്കല്പമുണ്ട്. എന്താ? സ്വർണം കാണുന്നതല്ല, നമ്മള് ഈ ഇത് വെക്കത്തില്ലേ, കണി വെക്കുമ്പോൾ ഒക്കെ സ്വർണം വെക്കത്തില്ലേ? അപ്പൊ കണി കാണുന്നതിന് ഉത്തമമെന്ന് കരുതുന്ന പോരുന്ന കനകമോടും അതുപോലെ കാർവേണി, കാർവേണി എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കറുത്ത നല്ല മുടിയുള്ള സുന്ദരികളെയാണ് കാർവേണി. ഇതൊക്കെ എന്താണ്? മൺപണി, വെറും മണ്ണിന്റെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. കണി കാണും ഈ കനകമോട് കാർവേണി മൺപണി. അതിന് ഒരു ഉദാഹരണം പറയുകയാണ്. കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പ്രകാരമാണ് മരുഭൂമിയിൽ വെള്ളം ഉണ്ട് എന്ന തോന്നല് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന വെറും തോന്നല് മാത്രം, വെള്ളമുണ്ട് എന്നത് വെറും തോന്നല് മാത്രമാണ്. അതുപോലെയാണ് കാരണം പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതെല്ലാം എന്താണ്? മണ്ണ് തന്നെയാണെന്ന് പറഞ്ഞ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാം മണ്ണ് തന്നെയാണെന്ന പോലെ തന്നെ പഞ്ചഭൂത നിർമ്മിതമാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും എന്നാണ് നമ്മളെ ഭഗവാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പം കണി കാണുന്നതിന് ഉത്തമമെന്ന് കരുതി പോരുന്ന കനകവും അതുപോലെ തന്നെ കാണാൻ അഴകുള്ള കാമിനിയും വെറും മണ്ണിന്റെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണ്. കാരണം പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിൽ ഈ 5 ഭൂതങ്ങള് എണ്ണിപ്പിടിച്ച് അറയിലിട്ട് അതിലോട്ടൊരു എരി കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. ആ ജീവന്റെ അംശം, ഇപ്പൊ ഏതിനാണോ ജീവൻ വേണ്ടത് അതിന് ജീവൻ കൊടുക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കല്ലിന് പോലും ജീവൻ ഉണ്ടെന്നാ. നല്ല കല്ലിൽ സംഗീതം വരത്തില്ലേ, നല്ല കല്ലിലടിക്കുമ്പോൾ പണിയാൻ വേണ്ടി നല്ല എന്താ ശില്പി കല്ലിലടിക്കുമ്പോൾ നാദമുദ്രാന്ന് ഉണ്ടാവുന്നില്ലേ? അപ്പോൾ ഇതിനെല്ലാത്തിനും എന്ത് മാത്രമേ ഉള്ളൂ? അതെല്ലാം മണ്ണിന്റെ വ്യത്യസ്ത രൂപമാണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. എന്തിനോട് ഉപമിക്കുന്നത്? കാനൽ നീരെന്ന്, അതിന്റെ പ്രലോഭനിതമായ കാനൽ ജലം കൊണ്ട് നമുക്ക് ദാഹം ശമിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. പാടുന്നിതാ, ഇത് ആരാ പാടുന്നത്? ഇത് അറിവുള്ളവർ പറയുന്നതാണ് ചെയ്യുന്നത്. അറിവുള്ളവർ പറയുകയാണ് ചെയ്യുന്നത്. മരുഭൂമിയിൽ വെള്ളം പോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ദൃശ്യ വസ്തുക്കളെല്ലാം ഉണ്ടായി നിലനിന്ന് ഒരിക്കൽ നശിച്ചു പോകുന്നതാണെന്ന് നമുക്ക് അറിവുള്ളവരൊക്കെ പറഞ്ഞു തരുന്നുണ്ടെന്ന്. പിണിയാറുമാറ്, ഇവയുടെ ബാധ കൊണ്ടുണ്ടാകുന്ന പീഡ തണുത്തു പോകത്തക്ക വണ്ണം. പിണിയാറുമാറെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഇവയുടെ ബാധ കൊണ്ടുണ്ടാകുന്ന പീഡ തണുത്തു പോകത്തക്ക വണ്ണം പിരിയാതെ എന്നിൽ നിന്ന് വേറല്ലാതിരുന്നു കൊണ്ട് പേണുന്ന നിൻ. പേണുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, കാത്തുരക്ഷിക്കുക. പേണുന്ന നിൻ, കാത്തുരക്ഷിക്കുന്ന നിന്റെ മണിമേനി തന്നിൽ, രത്നസമാനമായ തളിർമേനിയിൽ, രത്നം കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഉള്ള നിന്റെ തളിർമേനിയിൽ അണയുന്നതിന്, വന്നണയുന്നതിന്, അതായത് നിന്നോട് ഒന്നായി തീരുന്നത്തക്ക വണ്ണം ഊതു നീ.
മൗന നിലയിൽ മുഴങ്ങുന്ന നിന്റെ ആ ശബ്ദം ഊതിത്തരിക എന്ന് ആണ് ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്നതൊന്നും അത് ഇവിടെ സ്ഥായിയായിട്ട് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് നമുക്ക് സ്ഥായിയായി യാതൊരു ആനന്ദവും ലഭിക്കുകയില്ലെന്നും അത് എപ്രകാരമാണ് മരുഭൂമിയിൽ കാണപ്പെടുന്ന വെള്ളം പോലെയാണെന്നാ പറയുന്നത്. ആ വെള്ളം കൊണ്ട് നമുക്ക് ദാഹത്തെ ശമിപ്പിക്കാൻ സാധ്യമല്ല. അതുപോലെ ഈ ദൃശ്യപ്രപഞ്ചത്തിലെ ഒന്നിനെയും നമ്മൾക്ക് ആനന്ദത്തെ നൽകാൻ, അതായത് എന്നും നിലനിൽക്കുന്ന ആനന്ദം, ചെറിയ ചെറിയ സുഖങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ആ സുഖമല്ല, ആ ആത്യന്തികമായ ആ സുഖത്തെ പ്രദാനം ചെയ്യാൻ ഈ പ്രപഞ്ചത്തിലെ ദൃശ്യവസ്തുക്കൾക്ക് ഒന്നിനെ സാധിക്കത്തില്ല എന്നാ പറയുന്നത്. അപ്പോൾ നീ തന്നെ എന്ത് ചെയ്യുക? നിന്റെ ശരീരത്തോട്, നീയാകുന്ന ആ പരമസത്യത്തോട് ചേർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആത്യന്തികമായ ആ ആനന്ദം എനിക്ക് ലഭിക്കുകയുള്ളൂ. അതിന് നീ മൗന നിലയിൽ മുഴങ്ങുന്ന നിന്റെ ശബ്ദം ഊതിത്തരിക എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഭക്തൻ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. കണി കാണും ഈ കനകമോട് കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻ മണിമേനി തന്നിൽ അണയുന്നതിന് ഊത് നീ. പ്രകാരം ആണ് ദേവിയോട് ഒന്നായി ചേരാനാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. അർത്ഥം എഴുതിയെടുക്കാം. കണി കാണുന്നതിന് ഉത്തമമെന്നും, കണി കാണുന്നതിന് ഉത്തമമെന്നും, മംഗളകരമെന്നും, കരുതി പോരുന്ന കനകവും, കനകവും എന്ന് പറഞ്ഞ സ്വർണ്ണം കേട്ടോ, കരുതി പോരുന്ന കനകവും അതുപോലെ തന്നെ കാർവേണി എന്ന് പറഞ്ഞാലാണ് കാണാൻ അഴകുള്ള കാമിനി. അതുപോലെ തന്നെ കാണാൻ അഴകുള്ള കാമിനിയും, വെറും മണ്ണിന്റെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണെന്നും അതിന്റെ പ്രലോഭനീയത കാനൽ ജലം കൊണ്ട് ദാഹം ശമിപ്പിക്കാൻ, ശ്രമിക്കുന്നത് പോലെ ഉള്ളതാണെന്നും, കാനൽ ജലം കൊണ്ട് ദാഹം ശമിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉള്ളതാണെന്നും അറിവുള്ളവർ പാടുന്നുവല്ലോ. ഇവയുടെ ബാധകൾ കൊണ്ടുള്ള പീഡ, ഇവയുടെ ബാധകൾ കൊണ്ടുള്ള
പീഡ ആറിത്തണുത്തു പോകത്തക്ക വണ്ണമാണ്. ആറിത്തണുത്തു പോകത്തക്ക വണ്ണമാണ്. ആറിത്തണുത്തു പോകത്തക്ക വണ്ണമാണ്. എന്നിൽ നിന്നു വേറെയല്ലാതിരുന്നു കൊണ്ട്, എന്നിൽ നിന്ന് വേറെയല്ലാതെ ഇരുന്നു കൊണ്ട് നീ എന്നെ കാത്തു. അറിവ് ഇവയുടെ ബാധകൾ കൊണ്ടുള്ള പീഡ ആറിത്തണുത്തു പോകത്തക്ക വണ്ണമാണ്. എന്നിൽ നിന്നും വേറെയല്ലാതിരുന്നു കൊണ്ട്, എന്നിൽ നിന്ന് വേറെയല്ലാതെ ഇരുന്നു കൊണ്ട് നീ എന്നെ കാത്തു സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ള നിന്റെ രത്നസമാനമായ തളിർമേനിയിൽ വന്നണഞ്ഞ്. രത്നസമാനമായ തളിർമേനിയിൽ വന്ന് അണഞ്ഞ് ഒന്നായി തീരത്തക്കവണ്ണം മൗനനിലയിൽ മുഴങ്ങുന്ന നിന്റെ ശബ്ദം, മൗനനിലയിൽ മുഴങ്ങുന്ന നിന്റെ ശബ്ദം ഊതിത്തന്ന് അനുഗ്രഹിക്കുക. എഴുതിയോ? എഴുതി. നമുക്ക് ഒന്നുകൂടെ ചൊല്ലി കേൾക്കാം. മൂന്നാമത്തെ മന്ത്രം. കണി കാണും ഇക്കനകമോട് കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻമണിമേനി തന്നിൽ അണയുന്നതിന് ഊത് നീ. കാണുമീ കനകമോട് കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻമണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. ഇന്ന് 3 മന്ത്രങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിന്റെ ഒരു സാമാന്യ അർത്ഥം മനസ്സിലാക്കുക. ഇതിന്റെ ആഴത്തിലുള്ള അറിവുകൾ നമ്മുടെ വായനയിലൂടെയാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഓരോ വരിക്കും ഓരോ പാരഗ്രാഫ് വെച്ച് മുനിഗുരു അർത്ഥം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ വിശദീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കുക, കൂടുതൽ വായിക്കുക, തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കുക. നിരന്തരമായുള്ള പരിശ്രമം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് സാധിക്കും. അതിന് മഹാഗുരുവിന്റെ കാരുണ്യം എല്ലാവർക്കും. മണിമേനി തന്നിൽ അണയുന്നതിന് ഊതുന്നാണോ നൂതുന്നാണോ? നൂതു അല്ല, ഊതുക. ഊവാണോ? ഊതുകാത്തില് നമ്മൾ ഊതത്തില്ലേ, പിന്നെ കുഴലൂതെന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ ഊതുക. മണിമേനി തന്നിൽ അണയുന്നതിന് ഊതുനി. കേട്ടോ? എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഇനിയൊരു അവസരം തന്നെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിനും ഈ ഗുരുവാര പാഠശാലയിലെ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ മഹാഗുരുവിന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ. വളരെ നമസ്തേ ടീച്ചറെ.
ഭഗവാനാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയാണ് ഇത്രയും സമയം നാം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ദേവീസ്തവത്തിലെ ആദ്യ 3 ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠനം നടത്തിയത്. കോട്ടയം ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിലെ സീനിയർ അധ്യാപികയും അഡ്മിനുമായ ശ്രീമതി സന്ധ്യ വിജയകുമാറാണ് നമുക്കിത് ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നത്. ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന സന്ധ്യ ടീച്ചർക്ക് ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിന്റെയും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇങ്ങനെ ഒരു ക്ലാസ് നമുക്ക് സംഘടിപ്പിച്ചു തന്ന ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം ഡയറക്ടർ ശ്രീ പ്രസാദ് സാറിനോടുള്ള നന്ദിയും അതുപോലെ തന്നെ മറ്റ് സീനിയർ അധ്യാപകരോടും അഡ്മിന്മാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി ജ്യോതി മനോജ്. പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ദസ ശ്രീനാരായണ ഗുരുവർപ്പണ നമതോ. നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ദേവീസ്തവത്തിന്റെ അടുത്ത ക്ലാസ്സുകൾ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ. എല്ലാവർക്കും ഈ ലിങ്കിൽ നിന്ന് പുറത്തേക്ക് വരാവുന്നതാണ്.